കേന്ദ്ര സർക്കാർ സേവനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിന് നടപ്പിലാക്കുന്ന മീറ്റ് ദി ലീഡർ പരിപാടിക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 3 മണിക്ക് മാരാർജി ഭവനിൽ നടക്കുന്ന പരിപാടി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരോടും എം.പിമാരോടും നേരിട്ട് ആവശ്യങ്ങൾ ധരിപ്പിക്കുന്നതിനുള്ള വേദി ഒരുക്കുകയാണ് മീറ്റ് ദി ലീഡറിലൂടെ ബി.ജെ.പി. എസ് ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, സാധാരണക്കാർക്ക് കേന്ദ്ര മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരെയും ഒക്കെ നേരിട്ട് കാണുന്നതിനുള്ള ഒരു വിപുലമായ പരിപാടി തന്നെയാണ് ബി.ജെ.പി. ഒരുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാരാർജി ഭവനിലാണ് മീറ്റ് ദ ലീഡർ പരിപാടി. ഇന്നാണ് ആ പരിപാടിക്ക് തുടക്കം. എങ്ങനെ കാണാം? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. മീറ്റ് ദ ലീഡർ എന്ന് പറയുന്ന പരിപാടിയുടെ തുടക്കം ഇന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാകും ഉദ്ഘാടനം നിർവഹിക്കുക. മാരാർജി ഭവനിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. തുടർന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. മാരാർജി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മറ്റ് മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ പാർലമെന്റിലുള്ള മറ്റ് മന്ത്രിമാരും നേതാക്കളും അടക്കം ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മീറ്റ് ദ ലീഡർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങളും ദേശീയ നേതാക്കളും അടക്കം ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു പരിപാടി എല്ലാ ആഴ്ചയിലും നടക്കുന്ന പരിപാടിയിൽ ദിനംതോറും ഒരു മന്ത്രി അല്ലെങ്കിൽ പാർലമെന്റ് അംഗം പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരോടും അതുപോലെ തന്നെ എംപിമാരോടും നേരിട്ട് ആവശ്യങ്ങൾ ധരിപ്പിക്കാനും മറ്റുമുള്ളൊരു വേദിയായി ഈ ഒരു മീറ്റ് ദ ലീഡർ ക്യാമ്പയിൻ മാറും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മാരാർജി ഭവനിൽ ഇന്ന് വൈകുന്നേരം 3 മണിയോട് കൂടിയായിരിക്കും ഇതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കുക. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കളും എല്ലാം തന്നെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകും. എന്തായാലും സാധാരണ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനോട് നേരിട്ട് പറയാനുള്ള ഒരു ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഈ ബി.ജെ.പി. ഇവിടെ ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. രോഹിണി, ശ്രീനന്ദ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ബി.ജെ.പിയുടെ എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യമാണ് വികസനം മുൻനിർത്തിയുള്ള ഭരണം. ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു ദേശത്ത് വികസനം കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയേ മതിയാകുകയുള്ളൂ. അതിനായി സാധാരണ ജനങ്ങൾക്കൊരു വേദി തുറക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ കാര്യം. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ അറിഞ്ഞാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ സാധാരണക്കാർക്ക് നേരിട്ട് തന്നെ കേന്ദ്ര മന്ത്രിമാരും അതോടൊപ്പം എം.പിമാരുമായി സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്നതിലൂടെ ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നതും അതുതന്നെയല്ലേ? സമഗ്ര വികസനം അത് അടിസ്ഥാന ജനവിഭാഗങ്ങളിലൂടെ തന്നെ തുടങ്ങണം എന്നുള്ള ആ യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും രോഹിണി, സാധാരണ ജനങ്ങൾ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കരുത് എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം എല്ലായ്പ്പോഴും സർക്കാരിനോട് കാരണങ്ങൾ ധരിപ്പിക്കാനും അവരുടെ വിഷമങ്ങൾ ബോധിപ്പിക്കാനും ഒക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങളാണ് ഈ പൊതുസമൂഹത്തിലുള്ളത്. ഇവർക്കെല്ലാവർക്കും തന്നെ വളരെ പെട്ടെന്ന് തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനോട് അത് നേരിട്ട് പറയാൻ അവർക്ക് ലഭിക്കുന്ന ഒരു വളരെ വലിയൊരു അവസരമാണ്. ഈ ഒരു അവസരം പൊതുജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് ഇത്തരത്തിലൊരു സംസ്ഥാന സർക്കാർ പോലും ഇത്തരത്തിൽ അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടും കേട്ടില്ല എന്നടിക്കുന്ന ഒരു ഭാവം ചെയ്യുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു മുന്നേറ്റം കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം ഒരു സാധാരണ ജനങ്ങളിൽ അതൊരു മുൻതൂക്കം ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം വളരെ വലിയൊരു പരിഹാരം കൂടിയായിട്ട് ഇത് മാറും ഇത്തരത്തിലൊരു മീറ്റ് ദ ലീഡർ ക്യാമ്പയിൻ കൊണ്ട് ബി.ജെ.പി. ഉദ്ദേശിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലൊരു പദ്ധതി വളരെ വലിയൊരു ഗുണമായിരിക്കും സാധാരണ ജനങ്ങളിൽ, അല്ലെങ്കിൽ വലിയൊരു ഗുണമായിരിക്കും സാധാരണ ജനങ്ങളിൽ ചെലുത്താൻ പോവുക എന്നൊരു കാര്യത്തിൽ നമുക്ക് മാറ്റമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും.
തങ്ങളുടെ വിഷമങ്ങൾ അതുപോലെ തന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഈ ഒരു പരിപാടി കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു വിവരം. കാരണം അവർക്ക് അതാണ് പറയാനുള്ളത്. തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നേരിട്ട് പറയാൻ കിട്ടുന്ന ഒരു അവസരം എന്തായാലും അവർ അത് പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് അവർ തന്നെ മുന്നിട്ട് നിന്ന് പറയുന്നത് രോഹിണി.